ഹരേ കൃഷ്ണ. നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ചാൽ 7-ാമത്തെയും 8-ാമത്തെയും ശ്ലോകം വിചാരം ചെയ്യാമെന്ന് കരുതുന്നു. 7-ാമത്തെ ശ്ലോകം. ആത്മാനം യജതി മഖൈസ്ത്വയി ത്രിധാമന്നാരബ്ധേ ശതതമവാജിമേധയാഗേ സ്പർദ്ധാലുഃ ശതമഖയേത്യനീചവേഷോ ഹൃത്വാശ്വം തവ തനയാത് പരാജിതോഭൂത്. അതിലെ പദങ്ങളുടെ അർത്ഥം ആത്മാനം. ആത്മാനം എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ. യജതി. യജതി എന്ന് പറഞ്ഞാൽ യജിക്കുക, അതായത് തനിക്ക് വേണ്ടി തന്നെ യാഗം ചെയ്യുന്ന. മഖൈസ്ത്വയി ത്രിധാമന്നാരബ്ധേ. മഖൈ എന്ന് പറഞ്ഞാൽ അല്ലയോ ഗുരുവായൂരപ്പ, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ടാണ് ഓരോ ദ്രവ്യങ്ങളും നമ്മൾ ആ അഗ്നികുണ്ഡത്തിലേക്ക് സമർപ്പിക്കുന്ന, ഭഗവാൻ സംപ്രീതനാകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പൃഥു നടത്തിയ ഒരു യജ്ഞത്തിൻ്റെ കഥയാണ്. ഒരു യജ്ഞമല്ല, പൃഥു അനേകം യജ്ഞങ്ങൾ നടത്തിയിരുന്നു. ആരാണ് പൃഥു എന്ന് പറയുന്ന? ഭഗവാന്റെ തന്നെ അവതാരമാണ്, അല്ലേ? ഭഗവാന്റെ തന്നെ അംശാവതാരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പൃഥു ആർക്ക് വേണ്ടി? തനിക്ക് വേണ്ടി. കാരണം ഭഗവാന് വേണ്ടി തന്നെയാണ് യജ്ഞങ്ങളൊക്കെ. അങ്ങനെ തനിക്ക് വേണ്ടി തന്നെ ഇത് അങ്ങനെ ഒരു യജ്ഞം നടത്തുന്ന സമയത്ത് ത്വയി എന്ന് പറഞ്ഞാൽ അങ്ങ്, അല്ലയോ ഭഗവാനെ, അങ്ങയ്ക്ക് വേണ്ടി തന്നെ എന്ന് പറഞ്ഞാൽ പൃഥു ഭഗവാന്റെ തന്നെ ഒരു അവതാരമായതുകൊണ്ട് പൃഥു ഭഗവാന് വേണ്ടി തന്നെ, തനിക്ക് തന്നെ വേണ്ടിയാണ് ഇങ്ങനെ ഒരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യജ്ഞത്തിൻ്റെ പ്രത്യേകതയാണ് ഇനിയുള്ള വാക്കുകളിൽ പറയുന്നത്. ത്രിധാമന്നാരബ്ധേ. ത്രിധാമൻ, 3 ലോകങ്ങളിലും. ആരബ്ധേ, ആരംഭിച്ചപ്പോൾ. അതായത് 3 ലോകങ്ങളിലും നമ്മൾ സജ്ജനങ്ങൾ എന്ത് കർമ്മം ചെയ്തോട്ടെ അതൊക്കെ എപ്പോഴും ലോക നന്മയ്ക്കായി വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. അത് അവരുടെ എന്ത് കർമ്മം, അതൊരു വാക്കുപോലും പാഴായി പോവില്ല. അവർക്കൊറ്റ ഉദ്ദേശ്യമേ ഉള്ളൂ, ലോകത്തിൻ്റെ നന്മ. ഇവിടെ ആകട്ടെ 3 ലോകത്തിലും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ട് ഭഗവാനെ ആ പൃഥു ചക്രവർത്തി ഇങ്ങനെ ഒരു യാഗം നടത്താൻ ആരംഭിച്ചപ്പോൾ ഈ യാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശതതമ വാജിമേധയാഗേ. ശതതമ, ശതം എന്നാൽ 100, ശതതമ 100-ാമത്തെ വാജിമേധയാഗേ. വാജി എന്നാൽ അശ്വം, കുതിര, അല്ലേ? വാജിമേധം, അശ്വമേധം യാഗം നടത്തുവാനായി ആരംഭിച്ചപ്പോൾ, അതായത് 100-ാമത്തെ അശ്വമേധയാഗം. അല്ലയോ ഭഗവാനെ, അങ്ങയ്ക്ക് വേണ്ടി തന്നെയാണ്, തനിക്ക് വേണ്ടി തന്നെയാണ് ഈ ഒരു യാഗം, ഈ 100-ാമത്തെ അശ്വമേധയാഗം തൻ്റെ തന്നെ പ്രീതിക്കായിക്കൊണ്ടാണ് ചെയ്യുന്നത്. കാരണം തനിക്ക് പ്രീതിയാവുന്നത്, ഭഗവാൻ എപ്പോഴാണ് സംതൃപ്തനാവുന്നത്? 3 ലോകങ്ങളിലും നന്മ നിറയുമ്പോഴാണ്. അപ്പോൾ ആ 3 ലോകങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുവാനായി ഇവിടെ പൃഥു തൻ്റെ 100-ാമത്തെ അശ്വമേധയാഗം നടത്താൻ തുടങ്ങിയപ്പോൾ സ്പർദ്ധാലുഹു ശതമഖ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സ്പർദ്ധാലുശതമഖ. ചില ബുക്കുകളിൽ പാഠഭേദം വരാം, അത് പിരിച്ചു തന്നെയായിരിക്കും എഴുതിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ബുക്കിൽ വെച്ചിട്ടാണ് പറയുന്നത്, അതിലത് ചേർത്താണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ ആ ശതമഖ എന്നുള്ളതിൻ്റെ കൂട്ടക്ഷരമായിരിക്കും, ഇരട്ടിച്ചായിരിക്കും വന്നിരിക്കുന്നത്. അതല്ല എങ്കിൽ ഒരു ഷായേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സ്പർദ്ധാലു എന്ന് പറഞ്ഞാൽ അസൂയാലുവായിട്ടുള്ള, ശതമഖ
ശതമഖൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥാനപ്പേരാണ്. ശതം എന്നാൽ 100, മഖം എന്നാൽ യാഗം. 100 യാഗങ്ങൾ നടത്തിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. സാധാരണ ആ 100 യാഗങ്ങൾ നടത്തിയ ഒരാളിനാണ് ഇന്ദ്ര പദവിക്ക് യോഗ്യനാവുന്നത്. അതുകൊണ്ട് ഇവിടെ ശതമഖൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ. ഇവിടെ പൃഥു ചക്രവർത്തി ആകട്ടെ തൻ്റെ 100ാമത്തെ അശ്വമേധയാഗം നടത്താൻ ഒരുമ്പെട്ടതേ ഉള്ളൂ. ആ സമയത്ത് അസൂയാലുവായിട്ടുള്ള ആ ദേവേന്ദ്രൻ ഏത്യ നീചവേഷഃ, തൻ്റെ നീചവേഷം എന്ന് പറഞ്ഞാൽ മോശമായ വേഷം എന്നല്ല, വേഷപ്രച്ഛന്നനായിട്ട് തൻ്റെ യഥാർത്ഥ ആ ഭാവം മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു ഭാവത്തെ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു വേഷത്തെ ധരിച്ചുകൊണ്ട് വന്ന ഹൃത്വാശ്വം, ഹൃത്വ അശ്വം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഹൃത്വാശ്വം. ഹൃത്വ എന്ന് പറഞ്ഞാൽ അപഹരിക്കുക, അശ്വം എന്നാൽ കുതിരയെ. ഇവിടെ ഈ യാഗപ്പശുവിനെ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ 100ാമത്തെ യാഗം അശ്വമേധയാഗം നടത്താൻ തുടങ്ങുമ്പോൾ അതിന് തയ്യാറാക്കി നിർത്തിയിരുന്ന ആ യാഗപ്പശുവിനെ, ഇവിടെ പശുവിനെ എന്നും ചില ആചാര്യന്മാർ പറയാറുണ്ടില്ല, കുതിരയെ തന്നെയാണെന്നും പറയാറുണ്ട്. അപ്പോൾ പശുവിനെ അഥവാ കുതിരയെ ഈ അസൂയാലുവായിട്ടുള്ള ദേവേന്ദ്രൻ വന്നിട്ട് ഹൃത്വ എന്ന് പറഞ്ഞാൽ അപഹരിച്ചു കൊണ്ടുപോയി. അങ്ങനെ അപഹരിച്ചു കൊണ്ടുപോയ ആ അശ്വത്തെ തവ തനയാത്, തവ അല്ലയോ ഭഗവാനെ അങ്ങയുടെ അഥവാ പൃഥു ചക്രവർത്തിയുടെ തനയാത്, തനയൻ എന്നാൽ പുത്രൻ, തനയാത് പുത്രനാൽ പരാജിതോഭൂത്, പരാജിതഃ അഭൂത്, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പരാജിതോഭൂത്. പരാജിതഃ എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കപ്പെട്ടവനായി, അങ്ങയുടെ പുത്രനാൽ, അഭൂത് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചുവല്ലോ. അപ്പോൾ ഭഗവാനെ ആ പൃഥു ചക്രവർത്തിയുടെ പുത്രനാൽ ഈ ദേവേന്ദ്രൻ തോൽപ്പിക്കപ്പെടുകയും ഇവിടെ വേഷം മാറി വന്ന ഈ കുതിരയെ അപഹരിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അപഹരിച്ചുകൊണ്ട് പോയപ്പോൾ ഈ പൃഥു ചക്രവർത്തിയുടെ പുത്രൻ പോയി ദേവേന്ദ്രനെ തോൽപ്പിച്ച് കുതിരയെ തിരികെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അങ്ങയുടെ പുത്രനാൽ തോൽപ്പിക്കപ്പെട്ടുവല്ലോ ആ ദേവേന്ദ്രൻ. കാരണം ദേവേന്ദ്രൻ എന്താ ഭയം? തനിക്ക് ഇവിടെ പൃഥു ചക്രവർത്തി 100ാമത്തെ അശ്വമേധയാഗം പൂർത്തിയാക്കിയാൽ ദേവേന്ദ്ര പദവിക്ക്, ഇന്ദ്ര പദവിക്കുള്ള യോഗ്യത നേടുകയായി. അങ്ങനെ വന്നാൽ തൻ്റെ സ്ഥാനം പോകുമല്ലോ എന്നുള്ള ഒരു ആകുലതയാണ് ദേവേന്ദ്രനിൽ ഇങ്ങനെ ഒരു അസൂയ ഉണ്ടാക്കിയത്. തനിക്കൊപ്പം ഉയർന്നു വരുന്നു പൃഥു ചക്രവർത്തി, അല്ലെങ്കിൽ തൻ്റെ അതേ സ്ഥാനത്തിന് യോഗ്യനായി വരുന്നു എന്ന് കണ്ടപ്പോൾ ദേവേന്ദ്രൻ അത് സഹിച്ചില്ല. പൃഥു ചക്രവർത്തി ആകട്ടെ ഈ അശ്വമേധയാഗം നടത്തിയത് 3 ലോകങ്ങൾക്കും നന്മയുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, 2 പേരുടെയും കാഴ്ചപ്പാട് അവരവരുടെ ഉള്ളിലെ വികാര വിചാരങ്ങൾക്കനുസൃതമായിട്ടാണ്. ഇവിടെ ദേവേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സ്ഥാനമാനങ്ങളിലും തൻ്റെ മാത്രം നേട്ടങ്ങളിലും തന്നോടൊപ്പം മറ്റുള്ളവരാരും ഉയർന്നു വരരുതെന്നുള്ള ഒരു ചിന്താഗതി ദേവേന്ദ്രനുള്ളപ്പോൾ പൃഥു ചക്രവർത്തി ആകട്ടെ ഈ 3 ലോകങ്ങളിലും സമ്പൽ സമൃദ്ധി ഉണ്ടാകുവാനായിക്കൊണ്ട് തൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ലോകത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് ഭഗവാനെ അങ്ങയുടെ തന്നെ അവതാരമായ ആ പൃഥു ചക്രവർത്തി, ആ സാധു, ആ സാത്വികൻ ഇവിടെ 100ാമത്തെ അശ്വമേധയാഗത്തിനൊരുങ്ങുന്നു. അങ്ങനെ ഒരുങ്ങിയ സമയത്താണ് ദേവേന്ദ്രന് ഒരു ഭയം ഉണ്ടാകുന്നത്. കാരണം തനിക്ക് തുല്യമായ ഒരാൾ ഉയർന്നു വന്നാൽ തൻ്റെ സ്ഥാനത്തിന്, തൻ്റെ നേട്ടങ്ങൾക്കത് കോട്ടം വരുത്തുമെന്ന് തോന്നിയപ്പോൾ എങ്ങനെയും ആ തനിക്കൊപ്പം ഉയർന്നു വരുന്ന ആളിനെ താഴേക്ക് ചവിട്ടിത്താഴ്ത്തുക എന്നുള്ള ഉദ്ദേശ്യത്തോടു കൂടിയാണ്. കാരണം ആ 100ാമത്തെ അശ്വമേധയാഗം പൂർത്തിയാക്കാതെ ഇരുന്നാൽ പൃഥു ചക്രവർത്തി അതിന് യോഗ്യതയില്ലാത്തവനായിത്തീരും. അപ്പോൾ ആ ഒരു താൻ മാത്രം, തൻ്റെ നേട്ടങ്ങൾ മാത്രം
അതിനു മാത്രം കേമത്തം കൽപ്പിക്കുന്ന, തന്നോളം ആരെങ്കിലും ഉയർന്നു വരുന്നു എന്ന് കണ്ടാൽ അവരെയൊക്കെയും താഴേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന ഒരു ദുഷിച്ച മനോഗതിക്ക്, ഒരു മോശമായ ചിന്താഗതിക്ക് ഉടമയായിരുന്നു ദേവേന്ദ്രൻ. പൃഥു ചക്രവർത്തി എത്രമാത്രം സാത്വികമായ ഭാവത്തിലാണോ ഈ യാഗത്തെ കണ്ടത്, ഈ 100ാമത്തെ അശ്വമേധ യാഗത്തെ കണ്ടത്, അത്രമാത്രം മോശമായ രീതിയിൽ തന്നെയാണ് ഇന്ദ്രൻ ഈ യാഗത്തെ കണ്ടത്. ഇന്ദ്രൻ ഇവിടെ ചിന്തിച്ചത്, പൃഥു ചക്രവർത്തി ഇങ്ങനെയൊരു 100ാമത്തെ അശ്വമേധ യാഗം നടത്തുന്നത് തൻ്റെ സ്ഥാനത്തെ അപഹരിക്കാനാണ് എന്നാണ് ധരിച്ചത്. ആ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ആ യാഗം പൂർത്തീകരിക്കാൻ അനുവദിക്കാതെ ഈ അശ്വത്തെ ഇവിടെ നിന്നും അപഹരിച്ചുകൊണ്ട് പോയത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ആത്മാനം യജതി മഖൈസ്ത്വയി ത്രിധാമന്നാരബ്ധേ ശതതമവാജിമേധയാഗേ സ്പർദ്ധാലുശതമഖയേത്യ നീചവേഷോ ഹൃത്വാശ്വം തവ തനയാത് പരാജിതോഭൂത്. നിമി ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ വരിയില ത്രിധാമന്നാരബ്ധേ, അത് ചേർത്ത് തന്നെ കഴിയുന്നതും വായിക്കുക. അവിടെ വായിക്കുമ്പോൾ ആ ന കൂട്ടക്ഷരമാണ് എന്നുള്ളത് കൂടി ഓർക്കുക. അവിടെ ഒന്ന് സ്ട്രെസ് കൊടുത്ത് ത്രിധാമന്നാരബ്ധേ, ന, ആ നായ്ക്കൊരു കട്ടി കൊടുത്ത് വായിക്കുക. ഇനി തുടക്കക്കാർക്ക് അത് അത്രയും ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മുകളിൽ മഖൈസ്ത്വയി ത്രിധാമൻ എന്നെടുത്തുകൊണ്ട് ആരബ്ധേ എന്ന് താഴെ എടുക്കാം. ത്രിധാമൻ എന്ന് മുകളിൽ എടുത്തിട്ട് നാരബ്ധേ എന്ന് താഴെ വായിക്കരുത്, ആരബ്ധയാണ്. ഇനി അടുത്തത് അവിടെ തന്നെ 2ാമത്തെ വരിയിൽ ശതതമ വാജിമേധയാഗയാണ്. അവിടെ തെറ്റിക്കരുത് വായിക്കുമ്പോൾ. അടുത്തത് സ്പർദ്ധാലുശതമഖ, അത് നമ്മൾ ശ്ലോകം പാരായണം ചെയ്തപ്പോഴേ പറഞ്ഞു, അത് ചേർത്താണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഷാ കട്ടിയിൽ തന്നെ വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളെ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമുള്ള പദങ്ങളാണ്. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വഹ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത് ത്വം മധുരിപുമൈക്ഷഥാ സ്വയം സ്വം. നമുക്കതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, ദേവേന്ദ്രനിൽ നിന്നും ആ കുതിരയെ തിരിച്ചു പിടിച്ചുകൊണ്ടുവന്ന ഭഗവാന്റെ പുത്രൻ, പൃഥു ചക്രവർത്തിയുടെ പുത്രന്, ആ പുത്രന് പൃഥു ചക്രവർത്തി പിന്നീട് ഒരു പേരിട്ട് കൊടുക്കുന്നുണ്ട്, വിജിതാശ്വൻ എന്നാണ് പേര്. അത് ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. ഇനി അടുത്ത ഈ ശ്ലോകത്തിൽ വരുമ്പോൾ, ഈ ഒരു ശ്ലോകത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമ്മുടെ അടുത്ത് ഉറപ്പിച്ച് പറയുകയാണ്, ഇവിടെ പൃഥു ചക്രവർത്തിയായി വന്നിരിക്കുന്നത് സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നതാണ് ഈ ഒരു ശ്ലോകം. നോക്കാം. ദേവേന്ദ്രം എന്ന് പറഞ്ഞാൽ ആ ദേവേന്ദ്രനെ മുഹുരിതി, ആ ദേവേന്ദ്രന് ഒരു തവണയൊന്നുമല്ല ഇങ്ങനെ അശ്വത്തെ കട്ടുകൊണ്ട് പോകുന്ന, അതാ പറഞ്ഞ മുഹുരിതി. മുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും, ഇതി ഇപ്രകാരം ഇങ്ങനെ പല ആവർത്തി വീണ്ടും വീണ്ടും ഇങ്ങനെ ആ ദേവേന്ദ്രൻ വാജിനം ഹരന്തം, വാജിനം എന്ന് പറഞ്ഞാൽ അശ്വത്തെ, ആ കുതിരയെ ഹരന്തം ഹരിച്ചുകൊണ്ട് പോയപ്പോൾ അഥവാ മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ വഹ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ. വഹ്നൗ എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ, ആ യാഗാഗ്നിയിൽ, തം എന്ന് പറഞ്ഞാൽ ആ ദേവേന്ദ്രനെ, മുനിവരമണ്ഡലേ എന്ന് പറഞ്ഞാൽ അവിടെ ആ യാഗഭൂമിയിൽ പൃഥു ചക്രവർത്തിയുടെ
ആ അശ്വമേധ യാഗത്തിലുണ്ടായിരുന്ന മഹർഷിമാരുടെ ആ ഒരു കൂട്ടം, ആ മഹർഷിമാരെല്ലാവരും കൂടി ചേർന്ന ജുഹൂഷൗ എന്ന് പറഞ്ഞാൽ തീരുമാനമെടുത്തു. എന്താ? ഈ ദേവേന്ദ്രനെ പിടിച്ച് എപ്പോഴും ഈ അശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ദേവേന്ദ്രനെ പിടിച്ച് ആ യാഗാഗ്നിയിൽ തന്നെ ഹോമിക്കാനായി തീരുമാനിച്ചപ്പോൾ, അങ്ങനെ ഒരു നിശ്ചയമെടുത്തപ്പോൾ രുന്ധാനെ എന്ന് പറഞ്ഞാൽ തടയുക, വന്നിട്ട് വേണ്ട എന്ന് വന്ന് പറഞ്ഞു. ആര്? കമലഭവേ, കമലത്തിൽ ഉത്ഭവിച്ചവൻ ആ ബ്രഹ്മാവ് വന്നിട്ട് വേണ്ട, അല്ലയോ മഹർഷിമാരെ, അരുതേ, ദേവേന്ദ്രനെ യാഗാഗ്നിയിൽ ഹോമിക്കരുതേ എന്ന് തടയുകയും ക്രതോ സമാപ്തൗ, ക്രതോ എന്ന് പറഞ്ഞാൽ യാഗം, ആ യാഗത്തെ സമാപ്തൗ, അത് നിർത്തിവെക്കുകയും ചെയ്തു. അതിനെ വേണ്ട എന്ന് പറയും. ഇവിടെ പൃഥുചക്രവർത്തിയോട് ബ്രഹ്മാവ് വന്ന് പറയുന്നുണ്ട്, അല്ലയോ പൃഥുചക്രവർത്തി, അങ്ങേക്ക് ഈ 100 യാഗങ്ങൾ ചെയ്തു എന്നുള്ള ഒരു പേര് എന്തിനാണ്? 99 യാഗങ്ങൾ അങ്ങ് ചെയ്തത് തന്നെ ഈ 3 ലോകങ്ങളിലും എല്ലാവിധ ഐശ്വര്യങ്ങളും നിറയ്ക്കുന്നതായി ഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊരു പേര് എടുക്കുന്നത് കൊണ്ട്, ശതമഖൻ എന്നൊരു പേരെടുക്കുന്നത് കൊണ്ട്, 100 അശ്വമേധ യാഗങ്ങൾ നടത്തിയവൻ എന്നുള്ള ഒരു പേരെടുത്തത് കൊണ്ട് അങ്ങേക്ക് പ്രത്യേകിച്ച് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? അങ്ങ് യാതൊന്നിനു വേണ്ടിയിട്ടാണ് ഈ യാഗങ്ങളൊക്കെ നടത്തിയത്? അതിപ്പോൾ തന്നെ 3 ലോകങ്ങളിലും ആ വേണ്ട ഒരു ഫലസിദ്ധി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു പേര് ഇതുകൊണ്ട് കിട്ടും എന്നല്ലാതെ അതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല. പക്ഷേ അതിനു മുൻപ് തന്നെ അങ്ങയുടെ ഉദ്ദേശ്യ ശുദ്ധി, അല്ലെങ്കിൽ അങ്ങ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് ഈ ഒരു അശ്വമേധയാഗം നടത്താൻ ഒരുമ്പെട്ടത്, അത് ഈ 3 ലോകങ്ങളിലും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഈ 100ാമത്തെ യാഗം നടത്തുന്നത് കൊണ്ടാണ് ദേവേന്ദ്രൻ ഇപ്പോൾ അങ്ങയോട് അസൂയയുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ദേവേന്ദ്രനെ യാഗാഗ്നിയിൽ ഇടണ്ട, അല്ലയോ പൃഥുചക്രവർത്തി, അങ്ങ് ഈ യാഗത്തെ നിർത്തിയാലുമെന്ന് സാക്ഷാൽ ബ്രഹ്മാവ് തന്നെ അവിടെ വന്ന് അപേക്ഷിച്ചതനുസരിച്ച്, അതുകൊണ്ടാണ് ബ്രഹ്മാവ് വന്ന് തടഞ്ഞു എന്ന് പറഞ്ഞത്, ആ യാഗത്തെ നിർത്തിവെക്കാൻ അപേക്ഷിക്കുകയാണ്. അങ്ങനെ ആ യാഗം നിർത്തിവെക്കുകയും, അങ്ങനെ നിർത്തിവെച്ച കഴിഞ്ഞ ആ യാഗത്തിൻ്റെ അവസാനം, ആ യാഗം നിർത്തിക്കഴിഞ്ഞപ്പോൾ സാക്ഷാത് ത്വം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സാക്ഷാത്വം. സാക്ഷാത് എന്ന് പറഞ്ഞാൽ ആ സാക്ഷാത്തായിട്ടുള്ള രൂപത്തെ, ആ ശ്രീഹരി ഭഗവാനെ, തം എന്ന് പറഞ്ഞാൽ ഭഗവാനെ, അല്ലയോ അങ്ങ് സ്വയം സാക്ഷാത്വം മധുരിപുമൈക്ഷഥാ സ്വയം സ്വം, മധുരിപുമൈക്ഷഥാ സ്വയം, മധുരിപുഹു ഐക്ഷഥാഹ സ്വയം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് മധുരിപുമൈക്ഷഥാ സ്വയം. ചില ബുക്കുകളിൽ പാഠഭേദം വരുമ്പോൾ മധുരിപുമൈക്ഷഥാഹ എന്ന് നിർത്തിയിട്ട് സ്വയം വേറെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അവരവരുടെ ബുക്കിൽ എങ്ങനെയാണോ അങ്ങനെ വായിക്കുക. മധുരിപും, മധു എന്ന അസുരനെ കൊന്ന, അല്ലെങ്കിൽ മധുവിൻ്റെ ശത്രുവായിട്ടുള്ളവനെ, ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാനെ, ഐക്ഷഥ എന്ന് പറഞ്ഞാൽ കണ്ടു, ദർശിച്ചു. അങ്ങനെയുള്ള ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാനെ പൃഥുചക്രവർത്തി തൻ്റെ മുൻപിൽ അങ്ങനെ ദർശിച്ചു. സ്വയം എന്ന് പറഞ്ഞാൽ അങ്ങ് തന്നെ നേരിൽ താൻ തന്നെയായിട്ടുള്ള, സ്വം എന്ന് പറഞ്ഞാൽ താൻ തന്നെയായിട്ടുള്ള ആ ശ്രീഹരി ഭഗവാന്റെ രൂപത്തെ മുൻപിൽ ദർശിച്ചു എന്ന് പറഞ്ഞാൽ, ഇവിടെ താൻ ആരാണ് എന്ന് പൃഥുചക്രവർത്തിക്ക് അറിയാഴികയല്ല, മറിച്ച് ഈ യാഗം നിർത്തിവെക്കാൻ അപേക്ഷിച്ച ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ളവർക്ക്, ആ ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് താൻ ആരാണ് എന്നൊന്ന് അറിയിച്ചു കൊടുക്കുകയാണ്. തൻ്റെ ആ യഥാർത്ഥ ഭാവത്തെ ഈ യാഗം നിർത്തിവെച്ചെങ്കിലും ആ സമയത്ത് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് താൻ ആരാണ് എന്ന്. കാരണം ദേവേന്ദ്രന് ഒരിക്കലും അസൂയ കൊണ്ടോ ഒരു അശ്വത്തെ ഹരിച്ചു കൊണ്ടുപോയത് കൊണ്ടോ തോൽപ്പിക്കാനാവുന്ന ഒരാളല്ല പൃഥുചക്രവർത്തി എന്ന് ആ സാക്ഷാൽ ദേവേന്ദ്രൻ ഒന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇവിടെ ഭഗവാന്റെ ലക്ഷ്യം. കാരണം നമ്മളെപ്പോഴും മത്സരിക്കുന്നതും എതിർക്കുന്നതും തുല്യശക്തികളോടാവണം. ഭഗവാന് തുല്യമായി ഒരു ശക്തി ഇല്ലാത്തിടത്തോളം ദേവേന്ദ്രൻ്റെ മൂഢത്വം,
ദേവേന്ദ്രനെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാതെ ഭഗവാന് തൻ്റെ രൂപത്തെ അറിയാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഭഗവാൻ അറിയാഞ്ഞിട്ടല്ല പൃഥു ചക്രവർത്തിയായി വന്നിരിക്കുന്ന ഭഗവാൻ തന്നെയാണെന്ന്. പക്ഷേ ഇവിടെ ആ തന്നോട് എതിർക്കാൻ വന്നവർക്ക് അവരുടെ ആ അറിവില്ലായ്മയെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വഹ്നൗതം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത് ത്വം മധുരിപുമൈക്ഷഥാ സ്വയം സ്വം. ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മുഹുരിതി, അതൊക്കെ ചെറിയ വാക്കുകൾ, എന്നാലും രായ്ക്ക് ഈ കാര്യം കൊടുക്കുക. മുഹു ഇതി ആണ്. പിന്നെ നമ്മൾ ക്രതോസമാപ്തൗ, അവിടെയൊക്കെ സാ കൂട്ടക്ഷരമൊക്കെ വരുന്നതൊക്കെ ഒന്ന് കട്ടിയിൽ വായിക്കുക. പിന്നെ അടുത്ത സാക്ഷാത്വം, ആ താ കൂട്ടക്ഷരമായതുകൊണ്ട് തന്നെ, ഇനി അതല്ല ആരുടെയെങ്കിലും ബുക്കിൽ സാക്ഷാത് ത്വം ആണെങ്കിൽ അങ്ങനെ വായിക്കുക. കൂട്ടിച്ചേർത്താണ് എഴുതിയിരിക്കുന്നതെങ്കിൽ സാക്ഷാത്വം, അവിടെ താ കട്ടിയിൽ തന്നെ വായിക്കുക. പിന്നെ അടുത്തത് മധുരിപുമൈക്ഷഥാ സ്വയം, അത് ശ്രദ്ധിച്ചു വായിക്കേണ്ടതാണ്. മധുരിപുമൈക്ഷഥ ആണ്. മധുരിപു മൈക്ഷഥ അല്ല. മായ്ക്ക് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഐ എന്നുള്ള അക്ഷരമായിരിക്കണം അവിടെ ഒന്ന് ഇതിൽ നിൽക്കുന്നത്. അതുപോലെ ഐക്ഷഥ, അതും ക്ഷ ഥ അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ സ്വയം എന്നുള്ളത് ചേർത്താണ് എഴുതിയിരിക്കുന്നതെങ്കിൽ സാ കൂട്ടക്ഷരം, അതും കട്ടിയിൽ വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.